സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് എനർജിയാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് അയക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ് താങ്കളുടെ കറൻറ്റ് എനർജി എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇന്ന് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് എനർജിയാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയയുടെ കാർഡാണ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹാതുരത്വം, പക്ഷേ നല്ല രീതിയിലുള്ള ഗൃഹാതുരത്വമാണ്, അതായത് നല്ല കാര്യങ്ങൾ ഓർക്കാൻ. അപ്പോൾ ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് നമ്മൾ പാസ്റ്റിലെ ചില ആളുകളെ കണ്ടുമുട്ടാനോ അവരിൽ നിന്നൊരു ഫോൺ വിളി വരാനോ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു മുൻകാലങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാനോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് അങ്ങനത്തെ ഒരു മെസ്സേജാണ്. ചിലപ്പോൾ ഒരു ഹെൽപ്പായിരിക്കാം കേട്ടോ, മുൻപത്തെ ഒരാളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്നത്. എന്ത് ഊർജ്ജത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മളും നല്ല ഊർജ്ജത്തിലാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഊർജ്ജത്തിലാണ് നിൽക്കുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു കുടുംബജീവിതം, സമാധാനവും സന്തോഷവും അതോടൊപ്പം ധനത്തോടും കൂടിയിട്ടുള്ളൊരു കുടുംബജീവിതമാണ്. ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമുക്ക് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് പറയും, നമുക്ക് സ്വത്ത് കിട്ടാനാണെങ്കിൽ അത് കിട്ടുമെന്ന് പറയും, ഇത് കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് പറയും. ഈ രണ്ട് കാർഡും ചേർന്ന് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും നമ്മുടെ കുറച്ച് കാലമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആരെങ്കിലും ആയിട്ട് കണക്ഷനോ ഒരു വിവാഹത്തിന് വിളിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഇന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കുന്ന ആളെന്നാണ്, ചെറുപ്പം എന്നുള്ള അർത്ഥമാണ്. വോണ്ട് എന്ന് പറഞ്ഞാൽ ഫയറാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും, എടുത്ത് വായുവിൽ ചാടുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു എനർജിയിൽ ഈ കാർഡ് താങ്കളോട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നല്ല എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങളും അല്ലെങ്കിൽ പണമോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻജോയ് യുവർ സെൽഫ് ആൻഡ് ഗോ ഫോർവേഡ് എന്നുള്ള അർത്ഥമുണ്ട്. റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.